ഇവിടെ ഇന്ത്യൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം വല്ലാത്ത അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങളൊന്നും ഇവർ കാണുന്നില്ലേ എന്നുള്ളതാണ് നമ്മുടെ തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിക്കേണ്ടതാണ്. ഇന്ത്യയിലും പ്രതിസന്ധി ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലെ ഒരു എന്തുണ്ടായാലും അത് ഭാരതത്തെ ബാധിക്കും. അത്രയും അധികം പ്രവാസികളുണ്ട്, നമുക്ക് ഓയിൽ ഇമ്പോർട്ടുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ടുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും അത് ഭാരതത്തെയും ബാധിക്കും. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇപ്പോൾ താങ്കൾ പാകിസ്ഥാനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യത്യാസം അടിസ്ഥാനപരമാണ്. അടിസ്ഥാനപരമായിട്ട് തന്നെ അതിശക്തമായ ഒരു ഘടന നമുക്കുണ്ട്, ഒരു ബേസ് നമുക്കുണ്ട്. അതിപ്പോൾ കോവിഡ് വന്നാലും ആഗോള സാമ്പത്തിക പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ഒരു പരിധിക്കുള്ളിൽ ഈ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്, നമ്മുടെ രാജ്യം നേടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു സെൽഫ് റിലയൻസിൻ്റെ ഒരു സ്വയം പര്യാപ്തതയുടെ ഒരു പോളിസി, അത് പ്രത്യേകിച്ച് മോദി സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ആ ഒരു പോളിസി, ഇവിടെ തന്നെ ഉൽപ്പാദനം, ഇവിടെ തന്നെ അത് സംബന്ധിച്ച ഗവേഷണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സ്വയം പര്യാപ്തത നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് തന്നെ ഈ ഒരു മറ്റൊരു മേഖലയിൽ നടക്കുന്ന യുദ്ധം നമ്മളെ അത്രയ്ക്ക് ബാധിക്കുന്നില്ല. ഷോക്കുണ്ട്, പക്ഷേ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള സംവിധാനവും ഒരു പരിധി വരെ ഇവിടെയുണ്ട്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലുണ്ടായ ഈ യുദ്ധം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെ അടിമുടി ഉലച്ചിരിക്കുകയാണ് എന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. കാരണം രാഷ്ട്രീയമായി, സാമ്പത്തികമായി, പ്രതിരോധപരമായി ഒക്കെ പാകിസ്ഥാനെ വല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഈ ഒരു യുദ്ധം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ രാഷ്ട്രീയപരമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ട് തന്നെ പാകിസ്ഥാനിൽ ഇപ്പോൾ ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. ആ ഷിയാക്കളെ അവിടെ പാകിസ്ഥാൻ മുസ്ലിങ്ങളായിട്ട് പോലും അംഗീകരിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അല്ലെങ്കിൽ അവരെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടിയാണ് അവരെ കാണുന്നത്. എന്തായാലും അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ പട്ടാള മേധാവി കഴിഞ്ഞ 20-ാം തീയതിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഷിയ മുസ്ലിങ്ങളുടെ മത നേതാക്കന്മാരെ കാണുകയും അവർക്ക് കൃത്യമായ വാണിംഗ് കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ ഭാരതത്തിലൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല, ഇവിടെ വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റും ഉണ്ടാവും. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഷിയ നേതാക്കന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഷിയ ആണ്, പക്ഷേ നിങ്ങൾ പാകിസ്ഥാനിലാണ് താമസിക്കുന്നത്. നിങ്ങൾ ഷിയ ആണ് എന്ന പേരിൽ നിങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാകിസ്ഥാനിൽ ഇടമുണ്ടാവില്ല, നിങ്ങളൊക്കെ ഇറാനിൽ പോകുന്നതായിരിക്കും നല്ലതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേ കാര്യം ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും ഇന്ത്യയുടെ ഒരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പുകിലായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം.